പകൽക്കാലം ഒരുമിച്ച് വചനം ഷെയർ ചെയ്യുവാൻ കിട്ടിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ലോർഡ്. ദൈവശബ്ദത്തിന് മാത്രമേ നമ്മളെ പണിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ദൈവശബ്ദമാണ് നമ്മളെ പണിയുന്നതും നമ്മളെ ഒരുക്കുന്നതും. ഹല്ലേലൂയ. ദൈവശബ്ദത്തിന് മാത്രം നമ്മളെ ജീവിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. അല്പസമയം കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വചനത്തിൽ ദൈവശക്തമായി നമ്മളോട് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരും മുൻവിധിയോടുകൂടെ ആയിരിക്കരുത്. ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ച് നമുക്ക് വചനം ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം പറയുന്ന വചനങ്ങൾ അവൻ്റെ പ്രവർത്തികൾ ചെയ്തതിന് ശേഷം, ഹല്ലേലൂയ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തികൾ വെളിപ്പെടും. വെറുതെ ഒരു വചനം ഒരു സ്ഥലത്ത് പോയി പറയാൻ ആരനുവദിക്കത്തില്ല? ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ശക്തിയില്ലെങ്കിലും ദൈവവചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ നമ്മൾ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം ദൈവശക്തി നമ്മൾ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ പണിയുന്നതും നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതും നമ്മളെ വിശുദ്ധരാക്കുന്നതും ദൈവവചനമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ഇരുവായ് തലയുള്ള വചനം സന്ധികളെയും മജ്ജകളെയും ഹല്ലേലൂയ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ എന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ചിലതിനെ വിവേചിക്കാൻ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 25-40 പെട്ടെന്ന് വായിക്കാം. എക്സോഡസ് 25:40. പ്രൈസ് ലോർഡ്. അതായത് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം എന്ത് ചെയ്യണം? അതിനെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരാളൊന്ന് വായിക്കാമോ? ഹീബ്രു 8:5 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? ഹീബ്രു 8:5. മതി. അതായത് സമാഗമന കൂടാരം പണിയുമ്പോൾ മോശ ദൈവത്തിന് കൊടുത്ത ഒരു കൽപ്പനയാണ്, പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം മാത്രം പണിയാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നത് പോലെ പണിയാനല്ല എന്ത്? ദൈവസഭയും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പർപ്പസ് അനുസരിച്ച്, ദൈവത്തിൻ്റെ അളവുകൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് എന്ത്? ദൈവസഭ. സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ ദൈവ മഹത്വം ഇറങ്ങുന്ന ഒരു സഭയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അവരോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്ന സമാഗമന കൂടാരത്തിലാണ്. സമാഗമന കൂടാരത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഭംഗിയല്ല, അവിടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവം കൊടുത്ത അളവുകൾ അനുസരിച്ച് പണിയപ്പെടുമ്പോൾ അതിലിറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ ഓരോ അളവുകോലുകളും കർത്താവാണ് പറഞ്ഞു കൊടുക്കുന്നത്. മോശയുടെ ആഗ്രഹങ്ങളോ മോശയുടെ കൺസെപ്റ്റോ അത് കേട്ടിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നിൽക്കുന്ന സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനും സഭയ്ക്കും എന്താണ്? ഹല്ലേലൂയ, നിഴലാണ്. അതാ വായിച്ചേ, ദൃഷ്ടാന്തമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ശുശ്രൂഷ ചെയ്യുന്നു.
മോശയുടെ കൺസെപ്റ്റുകൾ കേറ്റാനല്ല സമാഗമന കൂടാരം. ദൈവം പറയുന്നത് പോലെ സഭയുടെ ചട്ടക്കൂടുകൾ നടക്കാനാണ് സമാഗമന കൂടാരം. അതിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റത്തില്ല. മാറിയാൽ ദൈവസാന്നിധ്യത്തോട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണം, ശക്തമായിട്ട് ദൈവം സംസാരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാണ് ദൈവം പറഞ്ഞത്. ദൈവസഭയോട് ശക്തമായി ദൈവം സംസാരിക്കും. നമ്മളത് സ്വീകരിക്കത്തക്കവണ്ണമുള്ള ഹൃദയവുമായിട്ടിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ചരിത്രം പഠിക്കുമ്പോൾ സമാഗമന കൂടാരം മോശ 40 വർഷം എവിടെയായിരുന്നു? ഈജിപ്തിലായിരുന്നു, അല്ലേ? ഈജിപ്തിൻ്റെ രീതി അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? സമാഗമന കൂടാരത്തിന് ഒരു മാറ്റങ്ങൾ വരുത്താമായിരുന്നു, അല്ലേ? സമാഗമന കൂടാരം പണിയുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു? ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന മഹാത്ഭുതങ്ങൾ ഒന്നായ പിരമിഡുകൾ ഈജിപ്തിലുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം പഠിക്കാൻ മനസ്സിലാവും. സമാഗമന കൂടാരത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഈജിപ്തിൻ്റെ പിരമിഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 135 മീറ്റർ ഉയരമുള്ളതാണ്. ഏകദേശം 40-42 കെട്ടിടങ്ങൾ ഉയരമുള്ളതാണ്. പക്ഷെ സമാഗമന കൂടാരത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് 10 മുഴമാണ്. 3.5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ. അതിൻ്റെ അർത്ഥം ഒരു 2 നില കെട്ടിടത്തിന് അത്ര ഉയരമുള്ളൂ. അതിൻ്റെ അർത്ഥം മനുഷ്യന് ആകർഷകമായ രീതിയിൽ പണിയുന്നതല്ല ദൈവസഭ. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം പണിയാനാണ് ദൈവസഭ. ഹല്ലേലൂയ. പിരമിഡുകളിൽ ഇറങ്ങാത്ത ഒന്ന് എന്ത്? ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് പുറത്തു വന്ന സമാഗമന കൂടാരത്തിൽ ഇറങ്ങും ദൈവസാന്നിധ്യം. ഒരു 40 വർഷത്തിന് മുമ്പാണ് മോശയെ ദൈവം വിളിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നതെന്നറിയോ? ഒരു പക്ഷേ മോശ എന്ത് ചെയ്തേനെ? അതിനകത്ത് കയറ്റാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ മിസ്രൈമിൽ നിന്നിറങ്ങി അടുത്ത ഒരു 40 വർഷം കൂടെ മിദ്യാന്യ മരുഭൂമിയിൽ ദൈവം മോശയെ ഒരുക്കി, അല്ലേ? ആണോ? ദൈവം വാഗ്ദത്തം പറഞ്ഞതെന്നറിയോ? ദൈവം വാഗ്ദത്തം പറഞ്ഞത് അബ്രഹാം, നിന്റെ സന്തതി 400 സംവത്സരം എന്ത് ചെയ്യും? ഹല്ലേലൂയ. മിസ്രൈമിൽ എന്ത് ചെയ്യും? അവരെ സേവിക്കും. പക്ഷേ 430 സംവത്സരമായപ്പോഴാണ് ആരിറങ്ങുന്നത്? ഇസ്രായേൽ ഇറങ്ങുന്നത്, അല്ലേ? അങ്ങനെ വചനം പറയുന്നേ. 400 സംവത്സരം കർത്താവ് പറഞ്ഞു. പക്ഷെ 430 വർഷം അവരെന്ത് ചെയ്തു? മിസ്രൈമിൽ കിടന്നു. ഒരു 30 വർഷം കൂടെ എന്ത് ചെയ്തു? എക്സ്ട്രാ ആയി. എന്താ എൻ്റെ കാര്യം? ഞാൻ വിശ്വസിക്കുന്നു മോശ പണിയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. അവരെ ഇറക്കേണ്ടുന്ന മോശ ദൈവം എന്ത് ചെയ്യുക? ഒരു മിദ്യാന്യ മരുഭൂമിയിൽ അവൻ്റെ അകത്ത് കിടക്കുന്ന മിസ്രൈമ്യമായ എല്ലാം അവിടുന്ന് ഉടയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരു മിദ്യാന്റെ ആഗ്രഹങ്ങളോ അതിൻ്റെ ചട്ടക്കൂടുകളോ വേണ്ട. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് പണിയാനാണ് സമാഗമന കൂടാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം പറയുന്നത് പോലെ പണിയാനാണ് ദൈവസഭ. ഹല്ലേലൂയ. മനുഷ്യർക്ക് ആകർഷകമാകുന്ന രീതിയിൽ, മനുഷ്യർക്ക് ആകർഷകമാകുന്ന നിലയിൽ നിൽക്കാനല്ല ദൈവസഭ. ദൈവത്തിന് പ്രസാദകരമാകും വണ്ണം സഭ പണിയപ്പെടണം. ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്ക് കാണുമ്പോൾ വലിയ സൗന്ദര്യമൊന്നും കാണത്തില്ലായിരിക്കും, വലിയ ചട്ടക്കൂടുകൾ കാണത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ദൂത്, സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. ഹല്ലേലൂയ. ഈ മാതൃക പ്രകാരം മാറാൻ പാടില്ലെന്ന കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൗമേലേ, നീ അവൻ്റെ ഉയരമോ വണ്ണമോ പൊക്കമോ നോക്കരുത്.
ദാവീദിനെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ പുറമേയുള്ള മോടിയല്ല നോക്കിയത്, അവൻ്റെ ഹൃദയമാണ് നോക്കിയത്. ഹല്ലേലൂയ. നീ അവൻ്റെ ഉയരമോ വണ്ണമോ പൊക്കമോ നോക്കരുത്, ഞാൻ പറയുന്നവനെ നീ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ആരെ കാണിക്കുന്നു അവനെ അഭിഷേകം ചെയ്യണം. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മാതൃക പ്രകാരമുള്ള ഒരു ഹൃദയമുള്ള മനുഷ്യൻ, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാതൃക പ്രകാരമായിരിക്കണം എന്താവുന്നത് സഭ പണിയപ്പെടേണ്ടത്. മോശയുടെയോ നമ്മുടെയോ കൺസെപ്റ്റുകൾ സഭയ്ക്കകത്ത് കയറ്റാനല്ല, ദൈവരാജ്യത്തിൻ്റെ കൺസെപ്റ്റുകൾ വേണം സഭയെ നിയന്ത്രിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത വാക്യം ഒന്ന് വായിച്ചു. ഗലാത്യർ 1:10 പെട്ടെന്ന്. മതി. അതായത് ഗലേഷ്യൻസ് 1:10 ആണ്. ഓക്കെ, അതായത് പൗലോസ് പറയുകയാണ് ഗലാത്യ സഭയോട്, നമ്മൾ കേട്ടു കർത്താവിൻ്റെ മാതൃക പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സഭയും നമ്മളും ഓരോരുത്തരും പണിയപ്പെടുന്നത്. പക്ഷെ ഗലാത്യ സഭയോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്. നമുക്ക് നമ്മളൊന്നും ചോദിക്കാം, നമ്മൾ ദൈവത്തെയാണോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു, മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവിടുന്ന് മാറി നിൽക്കും. ഹല്ലേലൂയ. അതായത് മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ചലിക്കുന്ന ഒരു സഭയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് ചലിക്കുന്ന ഒരു ദൈവസഭയും ദൈവ മക്കളെയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ പണിയപ്പെട്ട സഭയായിരുന്നു ഗലാത്യ സഭ. അവിടെ പൗലോസ് പഠിപ്പിച്ചതിന് വിരോധമായി അവിടെ വേറൊരു സുവിശേഷം കയറി വന്നു. ഹല്ലേലൂയ. എന്താ അത്? ജെന്റൈൽസ് നിന്ന് കടന്നു വന്ന ജാതികളായ ആൾക്കാർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ന്യായപ്രമാണം അനുസരിക്കണം, പരിച്ഛേദന ഏൽക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഗലാത്യ സഭയ്ക്കകത്ത് അടിച്ചേൽപ്പിച്ചപ്പോൾ പൗലോസ് അവിടെ എഴുന്നേൽക്കുക. സഭയ്ക്കകത്ത് അഭിഷേകമുള്ളവൻ സഭയ്ക്കകത്ത് എഴുന്നേൽക്കണം. സഭയ്ക്ക് വിരോധമായി പൊങ്ങുന്ന വചനവിരുദ്ധമായ മേഖലകൾ കാണുമ്പോൾ ദൈവസാന്നിധ്യമുള്ളവർ എഴുന്നേൽക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അതിൻ്റെ അർത്ഥം മനുഷ്യരെ അല്ല പൗലോസ് പ്രസാദിപ്പിക്കുന്നത്, ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ മനുഷ്യന്റെ ചട്ടക്കൂടിനകത്തെ സഭ പോകത്തുള്ളൂ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സഭ. പൗലോസ് ഒരു വാക്ക് ചോദിക്കുന്നത്, ഇന്നും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിക്കുന്നു, അങ്ങനല്ലേ? അതിൻ്റെ അർത്ഥം പണ്ട് പുള്ളി മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ ആരില്ല? ക്രിസ്തുവില്ല. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അതിൻ്റെ അർത്ഥം ദൈവം പറയുന്ന മാതൃകയെ അനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വേണം ദൈവസഭയുടെ ഓരോ ചലനങ്ങളും. നമ്മളൊന്ന് സഭയെ അധികമായിട്ട് കാണുമ്പോൾ എല്ലാ സഭയിലും വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കണം പ്രിയമുള്ളവർ. നമ്മൾ നമ്മുടെ സഭകളിൽ എവിടെയെങ്കിലും ആ മാതൃകയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ? ലോകം പോകുന്നതനുസരിച്ച് സഭയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾ സഭയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യരുത്. ദൈവവചനത്തിലാണ് സഭ പണിയപ്പെടേണ്ടത്. ഒരു പക്ഷേ മനുഷ്യൻ ആകർഷകമാകത്തില്ലെങ്കിലും ദൈവത്തെ ഈ സഭയിൽ ആകർഷിക്കണം, അല്ലെങ്കിൽ ദൈവം ആകർഷിക്കണം. ക്രിസ്തു സഭയിൽ ഇറങ്ങി വരണം. സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വന്നതുപോലെ അല്ലേ ക്രിസ്തു നിറഞ്ഞ സഭ.
സമാഗമന കൂടാരത്തിൻ്റെ പണി കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര സംഭവമാണെങ്കിലും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ ജാതികൾ നോക്കുമ്പോൾ വലിയ സംഭവമല്ല, ജാതികളുടെ കണ്ണിലത് വലിയൊരു സംഭവമല്ല. പക്ഷേ ഒരു കാര്യം അറിയോ, ഇവരെ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള ലോകപരമായ കാര്യങ്ങൾ കൊണ്ടല്ല അവർ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് അവർക്കുമുണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യം അതെവിടെയില്ല. അത് ദൈവത്താൽ പണിയപ്പെട്ട, ദൈവത്താൽ പകരപ്പെടുന്ന സഭയിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നമുക്ക് എന്താണ് എളുപ്പമാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വളരെ പാടാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി നമ്മളെ പോലും പ്രസാദിപ്പിക്കാതെ വേണം എന്ത് ചെയ്യണം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഒരു പക്ഷേ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ കയ്യടി കിട്ടുമായിരിക്കും, നമുക്കൊരു പദവി കിട്ടുമായിരിക്കും, അല്ലേ? ദൈവത്തെ പ്രസാദിപ്പിച്ച സമയം നമ്മൾ ഒറ്റപ്പെടും. ഹല്ലേലൂയ. നമുക്കൊരു പദവിയും കിട്ടത്തില്ല, നമ്മൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരും. പക്ഷേ വിളിച്ചത് ദൈവമാണെങ്കിൽ നിർത്താൻ അവൻ യോഗ്യനാണ്. വിളിച്ചത് കർത്താവാണെങ്കിൽ നിർത്താൻ യോഗ്യനാണ്. നിനക്കൊരു ശുശ്രൂഷയെ കിട്ടിയുള്ളെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. പൗലോസ് പറഞ്ഞ വാക്കെന്നറിയോ, കർണരസകമാർ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യുക, മനുഷ്യനെ പ്രസാദിപ്പിക്കുക. എന്തിനാ? ഒരു ദിവസമേ കിട്ടിയുള്ളെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, നിർത്തിയിലോട്ട് പോവാം. ഹല്ലേലൂയ. 1000 10,000 ഒന്നും വേണ്ട പ്രിയമുള്ളവരെ. സ്തേഫാനോസ് ഒറ്റ തവണ പ്രസംഗിച്ചുള്ളൂ. ഹല്ലേലൂയ. ഒറ്റ തവണ പ്രസംഗിച്ചുള്ളൂ, അല്ലേ? അതിൽ ഒരു വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി, സ്വർഗം എഴുന്നേറ്റു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതെന്ന് പറയുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ സംഭവിക്കുന്നറിയോ, സത്യമായ സുവിശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മയപ്പെടുത്തും. കുഴപ്പമില്ല, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമില്ല ബ്രദറെ. ദൈവം പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറയാത്തതിനെ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കുന്നത് ദൈവം അവിടെ നിന്ന് മാറി നിൽക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് എന്തിനെന്നറിയോ, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ വചനം അനുസരിക്കാനാണ്, അല്ലേ? ക്രൂശില്ലാത്ത സുവിശേഷം, കൺവിക്ഷൻ ഇല്ലാത്ത സുവിശേഷം, ഇതെല്ലാം മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ്. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ പോലും മാറി നിൽക്കും പ്രിയമുള്ളവരെ. പെട്ടെന്ന് നടന്ന വചനം വായിക്കാം, സമയം അധികമില്ലല്ലോ. എക്സോഡസ് 32:1. എക്സോഡസ് 32:1. മതി മതി മതി, താങ്ക് യു സിസ്റ്റർ, മതി. അപ്പം എന്താ സംഭവിച്ചേ? മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയേക്കുക, അല്ലേ? മിസ്രൈം കൊണ്ടുവന്ന ജനത്തെ വഹിച്ചുകൊണ്ട്. പക്ഷേ താഴ്വരകളിൽ അഹറോനും ജനവും എന്ത് ചെയ്യുക, അവിടെ വെയിറ്റ് ചെയ്യുക. പക്ഷെ അവരുടെ വെയിറ്റ് അനുസരിച്ച് മോശ ഇറങ്ങി വരുന്നില്ല. ഹല്ലേലൂയ. അവർ പറയുന്നത്, ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ. ഹല്ലേലൂയ. അവർ അവരുടെ കാതിലെ കുണുക്കൊക്കെ പറിച്ചു കൊടുത്ത് എന്ത് ചെയ്തു, ഒരു കാളക്കൂട്ടം ഉണ്ടാക്കി ഭക്ഷണത്തം ചെയ്തു, അല്ലേ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയെങ്കിലും മിസ്രൈം അവരുടെ അകത്തുനിന്ന് മാറിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വന്നുവെങ്കിലും മിസ്രൈം അവരുടെ അകത്തുനിന്ന് മാറ്റം സംഭവിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ മനസ്സിലായി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കാനുള്ള കൺസെപ്റ്റ് എവിടുന്ന് കിട്ടി? മിസ്രൈമിൽ നിന്ന് കിട്ടിയതാ. നമ്മളും
മിസ്രൈമിൽ നമ്മൾ ഇറങ്ങി ചെങ്കടൽ കടന്നു എങ്കിലും നമ്മുടെ അകത്തുള്ള മിസ്രൈം മാറ്റം സംഭവിച്ചില്ലെങ്കിൽ ഇതുപോലെ പല കാളക്കൂട്ടികൾ എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഇവിടെ അഹ്റോൻ ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ പുരോഹിതനായി നിയമിക്കപ്പെട്ടവൻ എന്താണ്? ജനത്തെ പ്രസാദിപ്പിക്കാൻ അവരോട് കൂടെ അങ്ങ് ചേരുക. ഹല്ലേലൂയ. അവരോട് മനസ്സിലാവുന്നില്ല. പക്ഷേ പർവ്വതത്തിന്റെ മുകളിൽ ദൈവസാന്നിധ്യം ഉള്ളവന് മനസ്സിലായി ഇതെന്താണ്? ഇത് വഷളത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും താഴ്വരകളിൽ നിന്നും നമ്മൾ ഒരിക്കലും ദൈവത്തെ നമുക്ക് കാണാൻ ശ്രമിക്കരുത്. ദൈവത്തോടു കൂടി എപ്പോഴൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുന്നു, അന്നേരം നമുക്ക് മനസ്സിലാകും എന്താണ് ദൈവഹിതം, എന്താണ് ദൈവഹിതം അല്ലാത്തത്. നമ്മൾ പോലും മനസ്സിലാവുന്നില്ല നമ്മുടെ ജീവിതത്തിൽ കാളക്കുട്ടി ഉണ്ടോ ഇല്ലയോ എന്ന്. ദൈവത്തെക്കാട്ടിലും അധികമായി ഞാനും നിങ്ങളും എന്തിനേലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? കാളക്കുട്ടിയാണ്. ഇന്നത്തെ കാലത്തെ കാളക്കുട്ടിയാണ്. ദൈവത്തെ കാത്തിരിക്കാൻ അവരെന്ത് ചെയ്തില്ല? ശ്രമിച്ചില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ അവിടെ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്കറിയോ? 3000 പേരാണ് അവിടെ വീണത്. 3000 പേര്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ എന്നെ വിട്, ഞാൻ അവരെ നശിപ്പിക്കാൻ പോവാണ്. വഷളത്ത് നിറഞ്ഞ ജനം. എന്നിട്ട് മോശ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇടിവ് നിൽക്കുക. തൻ്റെ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നൊരു മോശ. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവഹിതം, അല്ലെങ്കിൽ ദൈവജനത്തിനു വേണ്ടി ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ ഇടിവ് നിൽക്കുന്നൊരു മോശയാണ് ഞാനും നിങ്ങളും കാണുന്നത്. എത്ര പേര് ആഗ്രഹമുണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ? കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവഹിതമല്ലാത്ത കാളക്കുട്ടികളുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിൽ പർവ്വതത്തിന്റെ മുകളിൽ ദൈവ സാന്നിധ്യത്തിൽ കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. അതല്ലാത്ത പക്ഷം എനിക്കും നിങ്ങൾക്കും മനസ്സിലാകത്തില്ല. പ്രിയമുള്ളവരെ, അവരോട് മനസ്സിലായില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച, അല്ലേ, പെന്തക്കോസ്ത് നാളല്ലേ കർത്താവ് ഇറങ്ങി വന്നു. പൗലോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോ 3000 പേര് വീണു. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോ അവിടെ എന്താണ്? 3000 പേര് രക്ഷിക്കപ്പെടുന്ന പറയുന്നത്. ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് മാനുഷികമാണ്. അവിടെ വലിയ ചട്ടക്കൂടുകളും മനുഷ്യൻ കണ്ടാൽ ആകർഷിക്കത്തക്ക നിലയിലുള്ള നിലവാരം കാണുമായിരിക്കും. പക്ഷേ ദൈവ സാന്നിധ്യമില്ല, അവർ വീഴ്ചയിലാണ്. പക്ഷെ മറുവശത്ത് വലിയ സെറ്റപ്പ് ഒന്നും കാണത്തില്ല, വലിയ കെട്ടുറപ്പ് കാണത്തില്ല. അവിടെ എന്താണ്? ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. അവർ 3000 പേര് അവിടെ എന്ത് ചെയ്യുക? രക്ഷിക്കപ്പെടുക. നിങ്ങൾ തീരുമാനിക്കുക, നമുക്ക് ഏത് വേണം? നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ, രക്ഷിക്കുന്ന കൂട്ടത്തിലാണോ? കർത്താവ് പറഞ്ഞെന്നറിയോ? മോശ പറഞ്ഞെന്നറിയോ? യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ നാളുടെ പക്ഷത്താ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാതൃക ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ സഭയിൽ നടക്കുന്ന ഏതൊരു സംഭവമായിക്കോട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ, അത് എത്ര വലിയ കണ്ണിന് ആകർഷണമാണെങ്കിലും ദൈവ സാന്നിധ്യത്തോട് ഇറങ്ങിപ്പോവും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തോട് ഇറങ്ങിപ്പോവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, അവൻ്റെ ഉയരമോ വണ്ണോ പോക്കോ നോക്കരുത്, അല്ലേ? ദൈവനിയോഗമുള്ളവനെ ദൈവം പുറത്ത് കൊണ്ടുവരും. പ്രിയമുള്ളവരെ, ദൈവനിയോഗമുള്ളവനെ ദൈവം പുറത്തു കൊണ്ടുവരും. നിന്റെ ഹൃദയം ദൈവത്തിന്റെ മാതൃക പ്രകാരമാണെങ്കിൽ നീ ആട്ടിടയന്റെ ഇടയിൽ കിടന്നാലും ആ അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേലെ ചെരിയത്തുള്ളൂ. ഇത് ദൂത. ഹല്ലേലൂയ. ദൈവനിയോഗമുള്ളവൻ ഒരുപക്ഷെ യോസഫിന്റെ വിഷയത്തിൽ അവന് മറവി സംഭവിച്ചു കാണുമായിരിക്കും മറ്റുള്ളവർക്ക്. പക്ഷേ ദൈവനിയോഗമുള്ളവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
ആർക്കും മറയ്ക്കാൻ പറ്റത്തില്ല. തക്ക സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും, ദൈവം പുറത്തു കൊണ്ടുവരും. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, പർവ്വതത്തിൽ കാണിച്ച മാതൃകയാണോ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ എന്നുള്ളതാണ്. ആ മാതൃകയാണെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവാത്മാ പറയുന്നു, തക്ക സമയത്ത് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും. ദാവീദിന്റെ പേര് ഒരു മനുഷ്യൻ പോലും റെക്കമെൻഡ് ചെയ്തില്ല. ചെയ്തോ? ഇല്ല. ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. ഞാനിത് പറഞ്ഞ ഗലാത്യൻസ് 1:1 പറഞ്ഞേ, വായിച്ചേ. ഗലാത്യൻസ് 1:1. മതി. ഗലാത്യരിലെ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാരുമല്ല, ദൈവത്തിൽ നിന്നുള്ള അപ്പോസ്തലനാ പ്രാപിച്ചേ. ദൈവത്തിന്റെ ഡയറക്റ്റ് സെലക്ഷനാ. സ്വർഗത്തിലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ആര്? പൗലോസ്. എന്താ പൗലോസ് പറയുന്നത്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെന്ന് വിളിക്കാമോ പൗലോസ്? എന്തിന്? കേട്ട മാതൃകയ്ക്ക് വിരോധമായി, ഞാൻ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ബുദ്ധിയില്ലാത്ത ഗലാത്യരെന്ന് വിളിക്കുമ്പോൾ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുക, ഞാൻ ആരാണ്, ചുമ്മാതെ കയറി വന്നതല്ലെന്ന്. ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തെന്നാ പറയുന്നത്. എനിക്ക് നിങ്ങൾക്കും തന്നെ ഉണ്ടോ അങ്ങനെ പറയാൻ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാതൃക പ്രകാരം ഞാനും നിങ്ങളും മാറിയാൽ ആ തൻ്റെ ഇടം ദൈവം നമുക്ക് തരും. ഏത് സ്ഥലത്ത് പോയും സുവിശേഷീകരിക്കാൻ, ഏത് സ്ഥലത്ത് പോയും മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ഒരു ശുശ്രൂഷയെ കിട്ടിയുള്ളെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞാനും നിങ്ങളും നിന്നാൽ ദൈവം വാതിലുകളെ തുറക്കും, വഴികളെ തുറക്കും. ഹല്ലേലൂയ. യോഹന്നാനെ, നിന്നെ അവിടുന്ന് മാറ്റി പത്മോസിനെ ദ്വീപിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാലും 7 സഭകൾക്കുള്ള ദൂത് ആരെഴുതി? യോഹന്നാൻ എഴുതി. ഹല്ലേലൂയ. അതായത് യോഹന്നാനെ അവിടുന്ന് നാട് കടത്തുന്നതാ പറയുന്നത്. പത്മോസിൽ കിടന്നാലും പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ മാതൃക പ്രകാരമാണ് ഞാനും നിങ്ങളും പോകുന്നതെങ്കിൽ വാതിലുകളെ ദൈവം തുറക്കും, വഴികളെ ദൈവം തുറക്കും, സഭകളെ ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ. അവന് പറയാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷേ എഴുതറ 7 സഭകൾക്കുള്ള ദൂത് എഴുതറ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ 7 സഭകൾക്കുള്ള ദൂത് ആരെഴുതി? യോഹന്നാൻ എഴുതി. പ്രിയമുള്ളവരെ, വിളിച്ച ദൈവമാണെങ്കിൽ ദൈവം വിശ്വസ്തനാ. ശുശ്രൂഷ തന്ന ദൈവമാണെങ്കിൽ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് വരും ദിവസങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മാതൃക പ്രകാരം തന്നെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? പക്ഷേ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെ മാറാതെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരു പ്രതിഫലമുണ്ട്. തക്ക സമയത്ത് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. തക്ക സമയത്ത് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.